Yes, we are doing ice fishing there. വെരി നൈസ്, വെരി ടേസ്റ്റി. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടില്ലേ എൻ്റെ പൊന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് പുറകിൽ കണ്ട, എവിടെ തിരിഞ്ഞാലും ഒരു മലയാളിയെ കാണാണ്ട് ഇന്നേ വരെ ഒരു രാജ്യത്തൊന്നും ഞാൻ പോന്നിട്ടില്ല. എല്ലാരും എന്നെ പോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ അതും കണ്ടു. പുതുവെള്ളൈ മഴ ഇങ്ങ് പൊഴിയുന്നത്. ഈ ബെഡിൽ കിടന്ന് നമ്മൾ കാണാം 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 കാണാം. ആഹാ, എയർപോർട്ടില് നമ്മുടെ ലഗേജിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. വേൾഡ് ഓഫ് ഹാപ്പിനെസ്. ഫിൻലൻഡിലാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് ആൾക്കാർ താമസിക്കുന്നത് എന്നൊക്കെ ഈ അടുത്ത് ഒരു ഇതിലുണ്ടായിരുന്നു. നമുക്ക് ഹസ്കി റൈഡ് എൻ്റെ നേരെ പുറകില്. ഒരു എയർപോർട്ടില് ലഗേജ് വരുന്നിടത്ത് വെച്ചേക്കുന്ന സംഭവം ജീവിതത്തിൽ വേറെ ഒരിടത്തും കാണാൻ പറ്റില്ല ഇങ്ങനെ. ഇങ്ങനെ ഒരു സംഭവം ലൈഫിൽ കണ്ടിട്ടില്ല. എയർപോർട്ടിന് വെളിയിലാ. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ തുടങ്ങാണ്. വഴി നീളെ മഞ്ഞ്, വഴി നീളെ ഏതോ. ഇതെന്റെ ഫസ്റ്റ് ഡേ ഉണ്ടായിരിക്കും ഇത്ര ഒരു എക്സൈറ്റ്മെന്റ് കേട്ടോ. പക്ഷെ പുറത്തിറങ്ങിയ ഭീകര തണുപ്പാ. ഇങ്ങനെ അകത്തിരുന്ന് കാണാൻ കുറച്ചുകൂടെ ഭംഗി. ഏതാണ്ട് നമ്മളെ ഈ ക്രിസ്മസ് ട്രീ ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ പഞ്ഞി വാരി വെതറില്ലേ ക്രിസ്പൂർ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ പോലെ ഫുൾ മഞ്ഞുള്ള ക്രിസ്മസ് ആഘോഷിക്കാൻ ഏറ്റവും കൂടുതൽ ഇതുകൊണ്ടാണ് എല്ലാവരും ലാപ്ലാൻഡിൽ വരുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ചേച്ചി വണ്ടി ഓടിക്കുന്നത് എനിക്ക് എന്ത് മിടിക്കുകയാണെന്ന് നോക്കി. ഈ പ്രായത്തിലും അവരവരുടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്നാന്ന് ആദ്യം ഞാൻ പറയാം. ഒരാഴ്ച മുമ്പാണ് ഞാൻ ട്രിപ്പ് ബുക്ക് ചെയ്യുന്നത്. എനിക്ക് തന്നെ അറിയത്തില്ല നമ്മുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരു 2-3 മാസം മുമ്പേയൊക്കെ ട്രിപ്പ് ബുക്ക് ചെയ്യും. അതിന് പ്രത്യേക കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ അവൈലബിലിറ്റി, പിന്നെ ഹൈ പ്രൈസ് എല്ലാത്തിനും. പിന്നെ ഇന്നലെ എൻ്റെ ഫ്ലൈറ്റ് കൂടെ മിസ്സായപ്പോഴത്തേക്കും ആ ടൂർ കംപ്ലീറ്റ് മിസ്സായിപ്പോയി. എനിക്കറിയില്ല. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഈ റെയിൻഡിയർ സഫാരി, ഹസ്കി സഫാരി, അതൊക്കെ ഇന്ന് നടക്കാൻ ഒരു 90% ചാൻസ് ഇല്ല. പക്ഷേ ഞാൻ സാന്റാക്ലോസ് വില്ലേജ് കാണാൻ പോകും. അതെൻ്റെ വലിയൊരു അത്രയ്ക്ക് വീഡിയോസ് ഇരുന്ന് ഞാൻ കാണുമായിരുന്നു. ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററാണ് സാന്റാക്ലോസ് വില്ലേജ് വരുന്നത്. രാവിലെ 10 മണിക്കാണ്. പക്ഷെ ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഇരുട്ട് പിടിച്ച് കിടക്കുക. കാരണം ചില സമയത്ത് യൂറോപ്യൻ കൺട്രീസിൽ അങ്ങനെയുള്ള ഭയങ്കര വിന്റർ സമയത്ത്, പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് കുറച്ച് സമയമേ സൺലൈറ്റ് ഉണ്ടാവുള്ളൂ. അതാണ് ഈ ലാപ്ലാൻഡിന്റെ പ്രത്യേകത. എനിക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ലെങ്കിൽ സാരമില്ല. ഈ പോണ വഴിയുണ്ടല്ലോ, ഇത് തന്നെ ഏതാണ്ട് സ്വർഗത്തിലോട്ടുള്ള വഴി പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ഇത് നാളെ എന്ന് വെച്ചാൽ നീട്ടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം എനിക്കറിയില്ല. ആ സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങും. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേ പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. സാന്റാക്ലോസ് വില്ലേജ്, ആർട്ടിക് സർക്കിൾ. ഇതാണ് സാന്റാക്ലോസ് വില്ലേജ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അത് ഞാൻ പറയാം. ബസ്സൊക്കെ വന്നേക്കുന്നത് അതിന് ചുറ്റും ഒന്ന് ഞാൻ കാണിക്കാവേ. നമുക്ക് ആദ്യം എങ്ങോട്ട് പോകണം?
ഇതിവിടെ ഹോട്ടലാണേ. ഇവിടെ ഒരു സാന്റാക്ലോസ് വില്ലേജിൽ ഹോട്ടലുണ്ട്. ഇത് ഞാൻ ആദ്യം പോണത്. ഇത് റെസ്റ്റോറൻറ്റ്, റിസപ്ഷൻ, സഫാരി, ബുക്കിംഗ് സെൻറ്റർ, സാന്റാക്ലോസ് ക്രിസ്മസ് ഹൗസ്, റെസ്റ്റോറൻറ്റ്, കോട്ടേജ്, ക്രിസ്മസ്. ഞാൻ ഗ്ലൗസ് ഇട്ടില്ല, അയ്യോ. ഹോട്ടൽ റിസപ്ഷൻ. ഇതാണ് സാന്റാക്ലോസ് വില്ലേജിലെ ഹോട്ടല്. ഇവിടെയാണ് ശരിക്കും താമസിക്കേണ്ടിയിരുന്നത്. ഇതാണ് സാന്റാക്ലോസ് വില്ലേജിൻ്റെ അകത്തെ റിസപ്ഷൻ സൈഡ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് എനിക്കിവിടെ അക്കോമഡേഷൻ കിട്ടിയില്ല. നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ വന്ന് വേണം താമസിക്കാൻ. സാന്റാക്ലോസ് വില്ലേജ് ഇല്ല, ഇതിൻ്റെ അകത്ത് തന്നെ അക്കോമഡേഷൻ ഉണ്ട്. ഭംഗിയാന്ന് നോക്കിയാൽ അതിൻ്റെ മുകളിൽ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലമാണിത്. സാന്റാക്ലോസ് വില്ലേജിൻ്റെ അകത്ത് ഞാൻ വന്നപ്പോഴേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് ചുറ്റും എല്ലാവരും ചൂട് കിട്ടാൻ വേണ്ടി ഇരിക്കുക. എന്തൊരു ഫീൽ അത് കാണുമ്പോൾ. തീ വരുന്ന എന്തോ ഒരു രസം അല്ലേ. ശരി, നമ്മളിനി സാന്റാക്ലോസ് വില്ലേജ് കഴിഞ്ഞ് നമ്മൾ മീറ്റ് ദ സാന്റ. ഇത് വളരെ ഒരു ഹൈലൈറ്റ് ആണ് സാന്റാക്ലോസ് വില്ലേജിലെ. ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പെട്ടെന്ന് ഷോർട്ടാക്കി പറയാം. റൊവിനാമി ഈസ് ദ ഓൺലി ഒഫീഷ്യൽ ഹോം ടൗൺ ഓഫ് സാന്റാക്ലോസ് എന്നാണ് വിക്കിപീഡിയ സൂചിപ്പിക്കുന്നത്. അതുപോലെ സാന്റാക്ലോസ് ഓഫീസ് ഇൻ സാന്റാക്ലോസ് വില്ലേജ് ഈസ് ദ ഓൺലി പ്ലേസ് ഇൻ വേൾഡ് വെയർ യു ക്യാൻ മീറ്റ് സാന്റ. അപ്പോൾ ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആണ്. Santa is waiting for you. വരൂ. റെയിൻഡിയർ വലിയൊരു ക്യൂ നിൽക്കുന്നുണ്ട്. അത്രയും ക്യൂ നിന്നിട്ട് വേണം നമ്മൾ സാന്റാക്ലോസിനെ കാണാൻ പോകേണ്ടത്. ഇനി ഈ ക്യൂ നിന്ന് നമ്മൾ അറ്റത്തെത്തുമ്പോൾ നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ശരിക്കും വലിയ ബോളിവുഡിലെ ഹോളിവുഡിലെയൊക്കെ ആൾക്കാരെ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന് ഫോട്ടോസൊന്നും അലൗ ചെയ്യില്ലല്ലോ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു റൂമിൻ്റെ അകത്ത് കയറ്റി അടച്ചിട്ട് അവരുടെ ക്യാമറയിൽ എടുക്കും. ആ ഫോട്ടോയാണ് നമ്മൾ എത്ര യൂറോയ്ക്കാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തോ എല്ലാത്തിനും നല്ല ഹൈ പ്രൈസ് ആയിരുന്നു. എത്രയോ യൂറോയ്ക്ക് ഞാനത് മേടിച്ച് എന്തായാലും ഒരു 6,000 7,000 ആയിട്ടുണ്ട് ഈ ഫോട്ടോയ്ക്ക് മാത്രം. പക്ഷെ നമുക്കത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം അത് അത്രയും ഒരു എന്താ പറയുക അത്രയും നല്ലൊരു മെമ്മറബിൾ മൊമെൻ്റ് തന്നെയല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ. നോക്കിയേ, ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്ന സാന്റാക്ലോസ് ആയിട്ടുള്ള ഫോട്ടോയാണിത്. ഇത് കണ്ടോ, അതിൽ എഴുതിയേക്കുന്നുണ്ടോ ആർട്ടിക് സർക്കിൾ 4/1/2024 എന്നൊക്കെ ഡേറ്റ് അടക്കം. ഇത്രയും നല്ലൊരു മെമ്മറി എവിടെ കിട്ടും ഇനി. അങ്ങനെ സാന്റാക്ലോസുമായിട്ട് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞാനിതാ അതിൻ്റെ നമ്മുടെ സോവനിയർ ഷോപ്പിലോട്ട് എത്തി. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. പുറത്തോട്ടുള്ള വ്യൂ നോക്കി. ഞാനിവിടുന്ന് നടന്ന് ഒരു റെസ്റ്റോറൻറ്റിലോട്ട് എത്തി. അതായത് ഈ മീറ്റ് ദ സാന്റ ഈ സ്ഥലത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ്. എല്ലാം ഫുൾ ക്രിസ്മസ് ട്രീ ഇങ്ങനെ വെച്ചേക്കാം. ചീസ്, ബ്രെഡ്, ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ പുറത്തോട്ടുള്ള വ്യൂ ആണ്. ഇപ്പം ലൈറ്റൊക്കെ വന്നു കേട്ടാ. ഞാൻ ഇവിടുന്ന് ഒരു ക്യാപ്പച്ചിനോ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും ആ കൂട്ടത്തിലൊരു ചോക്ലേറ്റും തന്നു. സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞു പോയി. എന്താമേ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി. കയ്യിൽ ഗ്ലൗസ് ഇടാത്തതുകൊണ്ട് പറ്റണില്ല. ആ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും ഈ വൈറ്റ് ക്രിസ്മസ് ട്രീയും. I wish you
ക്രിസ്മസ് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, അടുത്ത കൊല്ലം ആവാറായി അല്ലേ. ഇതാണ് സാന്റാക്ലോസ് മെയിൻ പോസ്റ്റ് ഓഫീസ്. അവിടെ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഇത് യു ക്യാൻ ഹാവ് യുവർ ഓൺ സാന്റാക്ലോസ് ലെറ്റർ. നമ്മൾ അങ്ങനെ അതിൻ്റെ അകത്തിടും. ഞാൻ ഒരിക്കലും ഇത് മറക്കൂല കേട്ടാ, ഒരിക്കലും. ഞാൻ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. ഇവിടെയാണ് ക്രിസ്മസ് മെയിൽ, ഡെയിലി മെയിൽ ഒക്കെ എല്ലാവരും 2024 എഴുതിയിരുന്നത്. അതിനാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇവിടുന്ന് പോസ്റ്റ് കാർഡ് മേടിച്ചിട്ട് എഴുതുവാണ് ഇവിടെ ഇരുന്ന്. ഓർഡർ ലെറ്റർ ഫ്രം സാന്റാക്ലോസ്. അതേപോലെ 1927 തോന്നുന്നു സാന്റാക്ലോസ് അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ലാപ്ലാൻഡ് ഇങ്ങനെ ഈ സാന്റാക്ലോസ് വില്ലേജ് ഒക്കെ ആയി മാറിയതും ഇത്ര ഫേമസ് ആയത്. ആർട്ടിക് ഹോൾ. നമ്മുടെ ഇന്ത്യ ഉണ്ടോന്ന് നോക്കട്ടെ. ടോക്കിയോ, ബെർലിൻ, റിക്ക, ന്യൂഡൽഹി. ന്യൂഡൽഹി കിടക്കും. ഏതൻസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ ഇടയിൽ. കൈ മരക്കുന്നേ, നേരത്തെ ഭയങ്കര വേദനയായിട്ട് കൈ മരച്ചുപോയി. സാന്റ എക്സ്പ്രസ്സിലൊക്കെ ഓരോരുത്തരെ കൊണ്ട് വിടുന്നു. പെട്ടെന്ന് എടുക്കാനേ പറ്റുന്നുള്ളൂ എനിക്ക് വീഡിയോ. കൈ മരച്ചു. ഇതൊരു കഫേ ആണേ, എല്ലാരും അങ്ങോട്ട് പോവാ. ഇതാണ് സാന്റാക്ലോസ് ഓഫീസ്. മെയിൻ ഓഫീസിന്റെ അവിടെ കയറി. അപ്പൊ പെൻറ്റിക് എന്ന് പറഞ്ഞൊരു കട, അതിൽ ഒരുപാട് നല്ല സംഭവങ്ങളൊക്കെ ഉള്ള. എല്ലാരും ഇവിടെ എടുക്കുന്നത് ആർട്ടിക് സർക്കിൾ എന്ന് പറയും. ഇത് ഭയങ്കര എന്താ പറയുക, ഈ സാന്റാക്ലോസ് വില്ലേജിലെ ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യാന്നൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും ഇവിടെ നമ്മുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ആർട്ടിക് സർക്കിളിന്റെ ഇതുണ്ട്, മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. പുറകെ കാണുന്ന ആർട്ടിക് സർക്കിൾ. മെയിൻ ഓഫീസ്. സാന്റാക്ലോസ് ഗിഫ്റ്റ് ഹൗസിൻ്റെ അകത്തോട്ടൊന്ന് കയറട്ടെ. ഇത് മൊത്തം സാന്റാക്ലോസ് ഗിഫ്റ്റ് ഹൗസിനകത്തുള്ള കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇത് കണ്ടു. ഇതിന് മുകളിൽ കോഫി ഹൗസ്, അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സൈഡിൽ. ഇവിടെ വേറൊരു ലോഫ്റ്റ് കഫേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്നാൽ പിന്നെ അവിടെ പോകുമ്പോൾ കൈയൊക്കെ ആകെ. മുകളിൽ താഴെ നോക്കും ഗിഫ്റ്റ് ഹൗസ്, അതിൻ്റെ മുകളിലാണ് റെസ്റ്റോറൻറ്റ്. ഞാനവിടെ ഒന്ന് ക്യൂ നിൽക്കുകയാണേ. ഞാനൊരു കുക്കിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ തന്നൊരു ചോക്ലേറ്റ്, ഒരു ടോഫി. അതിൻ്റെ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാം. അവിടെ ഇവിടെ ഇരിക്കാം, പക്ഷെ തണുപ്പാ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഹസ്കി സഫാരി. അതെങ്കിലും പറ്റുമെന്ന് 12:30 എത്താൻ. ഇപ്പൊ 12 മണിയായി. നേരത്തെ എത്തിയില്ല, അവർ പോകും.
പോകുന്നുണ്ട് ആ വഴി. ഈ വഴി എനിക്കും പോകണം. ഇവിടെയാണ് സ്നോ വേൾഡ് ഉള്ളത്. ഇത് സാന്റാക്ലോസ് റെയിൻഡിയർ. ഓക്കെ, from the driver. ഇതാണ് സ്നോ വേൾഡ്. എവിടെ തിരിഞ്ഞാലും ഒരു മലയാളിയെ കാണാണ്ട് ഇന്നേ വരെ ഒരു രാജ്യത്തൊന്നും ഞാൻ പോന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് ഇപ്പോഴും വിശ്വാസം വന്നോന്നറിയത്തില്ല. ഒരു 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് എന്നോട് ചോദിച്ചത്. വൈഫിന് പെട്ടെന്ന് മനസ്സിലായി, കാരണം ഈ കോലത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ. എനിക്ക് ഇവരെ കണ്ടപ്പോൾ മലയാളികളാണെന്ന് തോന്നിയില്ല. സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. എവിടെയാ ശരിക്കും? നാട്ടിലെവിടെയാ? നാട്ടില് ഞാൻ അങ്കമാലി, പെരുമ്പാവൂര്. ഇവിടെ സ്വീഡനിൽ ജോലി ചെയ്യാ അല്ലേ? ഓക്കെ. ഇപ്പൊ കല്യാണം കഴിച്ചോളോ? 2 വർഷം. ഹണിമൂൺ ആണോ ഇത്? അല്ല. അപ്പൊ കണ്ടതില് സന്തോഷം. ഞാൻ മിക്കവാറും ഒരു കുഞ്ഞു വ്ളോഗൊക്കെ ഇടാറുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങളെ കാണാം, സ്വീഡൻകാർക്ക്. അപ്പൊ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങനെ ഈ മുഖം ഒരേപോലെ നോക്കി കല്യാണം കഴിച്ചോ? ആണ്. എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു, പേരെന്താ? ഫിമി ഒരു പാട്ടുകാരിയാണ് പള്ളിയിലൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി, ഒരു 2 വരി കേട്ടിട്ട് പോവാന്ന് പറഞ്ഞു. ആ ക്രിസ്മസ് പപ്പയോട് ചേർന്ന് നിന്നിട്ട് ഒരു പാട്ട് പഠിക്കും. അടിപൊളി. ഇതാണോ ചെറിയ പാട്ടുകാരി എന്ന് പറഞ്ഞേ? പുള്ളിക്കാരന്റെ മുഖത്തായിരുന്നു ആ സന്തോഷം. 3 രാജാക്കന്മാരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് മോളിൽ പോയി തലയിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കലക്കിയേട്ടാ. അപ്പൊ അടിപൊളി, നല്ലൊരു വർഷമായിരിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഹസ്കി സഫാരിക്ക് വേണ്ടി ഞാൻ നേരെ നമ്മളൊരു ബസ്സിൽ കയറിയിരുന്നു. നമ്മൾ 12:30 ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ്സിൽ നോക്കുമ്പോഴുള്ള വ്യൂ ഇതാണ് നമ്മുടെ ബസ്. ഹസ്കി റൈഡിന് പോണതിന് മുൻപ് നമ്മളെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സ് തന്നു. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ഇത് ഫ്രീ ആണെന്ന് തോന്നുന്നു, അല്ലാന്ന് എനിക്ക് എന്തോ മേടിക്കുമായിരിക്കും, എനിക്കറിയില്ല. അപ്പം ഞാനിത് ഇടാൻ പോവാ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടോ. ഭാഗ്യത്തിന് ഡ്രസ്സിന് വേറെ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഡ്രസ്സ് നമുക്കിവിടെ ഫ്രീ ആയിരുന്നു. ഡ്രസ്സ് മസ്റ്റായിട്ട് നമ്മൾ ഇടണം കേട്ടോ. അയ്യോ, ഞാനോടത്ത് ഇടണോ വേണ്ടെന്ന് സംശയിച്ച് കേട്ടത്. എല്ലാവരും ഇടുന്നുണ്ട്, ഞാനും ഇട്ടു. പിന്നെ നമുക്ക് ഈ ക്രിസ്മസ് ടൈമൊക്കെ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, പിന്നെ ലാസ്റ്റ് ടൈം ബുക്കിംഗ് വന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എന്തോ വലിയ ഭാഗ്യമുണ്ടായത്. ഒരിക്കലും എനിക്കിവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടേണ്ടതല്ല, കാരണം ഓൾറെഡി എല്ലാം ബുക്ക് ചെയ്യും. ഒരൊറ്റ സീറ്റും കണ്ട് മിച്ചം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ രാവിലെ സാന്റാക്ലോസ് വില്ലേജിൽ എത്തിയുണ്ട്. സാന്റാക്ലോസ് വില്ലേജിൽ നിന്ന് സഫാരി ബുക്കിങ്സിൻ്റെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ഈ ഹസ്കി റൈഡ് നടത്താൻ പറ്റി. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇച്ചിരി എമൗണ്ട് കൂടുതലായിപ്പോയെന്ന് അറിയത്തില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും. നേരത്തെ ബുക്ക് ചെയ്താൽ ഇപ്പോൾ തന്നെ എനിക്കൊന്ന് ഇന്ത്യൻ മണി 15,000 ഒരാൾക്ക് തന്നെയായി. അപ്പോൾ നമ്മളൊരു ഫാമിലി ട്രിപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ എത്രയാണ് ബഡ്ജറ്റ് എന്നൊക്കെ നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത് നന്നായിരിക്കും. പക്ഷേ എന്താണെങ്കിലും നമ്മൾ ഇതിനകത്ത് മുടക്കിയാലും നമുക്കിത് ഒരു എന്താ പറയുക, ഒരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നൂല. അങ്ങനെ ഇത് ഹസ്കി സഫാരിക്ക് വേണ്ടി ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്തു. നമ്മൾ എല്ലാവരും ഈ ഡ്രസ്സാണ് ഇട്ടേക്കണം കേട്ടോ. എനിക്ക് പക്ഷെ എന്നെ എടുക്കാൻ അങ്ങനെ പറ്റുന്നില്ല. നമ്മൾ വന്ന വണ്ടി എല്ലാവരും ഈ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നിന്നാണ് ഹസ്കി സഫാരി തുടങ്ങുന്ന. ഗ്രൂപ്പായിട്ട് ഞങ്ങളെ കൊണ്ടുപോകും. എനിക്കൊന്ന് ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ പോകാനുമുള്ള ധൈര്യം കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. എല്ലാം ട്രിപ്പ് കഴിയിട്ട് എന്നാലേ പറയാൻ പറ്റുള്ളൂ. കാരണം പോയ സ്ഥലങ്ങളിൽ എത്രയും കൊല്ലമായിട്ട് പോയി ഇച്ചിരി റിസ്ക് എടുത്ത് വരേണ്ട. കാരണം ഈ -°, -31, -20 ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? കിടക്കാൻ പറ്റുമോ? ഇത് എങ്ങനെയായിരിക്കും? ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ വന്നത് വെറുത്തെന്ന് പറഞ്ഞാൽ പോരാ, ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണിത്. ആദ്യം നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകും. അവിടെ എന്തോ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ ഹസ്കി
ഈ നായ്ക്കളുമായിട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നും പിന്നെ എന്തോന്ന് സെൽഫ് ഡ്രൈവോ അങ്ങനെ എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും അങ്ങോട്ട് പോവുക. ഇതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തരുന്നത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് നമുക്ക് ഹോട്ട് ഡ്രിങ്ക്സ് തരുന്നത്. എന്തെങ്കിലും ചൂടായിട്ട് കഴിക്കുന്നത്. അപ്പം ചിലപ്പം അത്രയും തണുപ്പത്തോട്ടല്ലേ പോണത്. ഹസ്കി റൈഡിന് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞേക്കുക. ഇതാണ് നമ്മുടെ കഴിക്കാൻ തന്നേക്കുന്നത് സിന്നമൺ റോൾസ്. ഈ റെഡ് ക്യാൻഡിലിൻ്റെ അവിടെ വരുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഈ ചൂട് കാപ്പി ഈ സിന്നമൺ റോളുമാണ് നമ്മുടെ ഇവിടെ ഹസ്കി റൈഡിന് മുൻപായിട്ട്. ക്രിസ്മസ് ഡ്രിങ്ക് പോലെ തോന്നുന്നു. ഓ വെരി നൈസ്, വെരി ടേസ്റ്റി. നമ്മൾ വിചാരിച്ചില്ല ഇത് നോർമൽ ഒരു ബ്ലാക്ക് ടീ ആണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ അല്ല. എന്തോ ഒരു പ്രത്യേക ഒരു സുഖം ഇത് കുടിക്കുമ്പോൾ. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടില്ല. ഇതിനെന്താ പറയുക, ഇവിടെ ചൂട് വൈൻ്റെ ടേസ്റ്റ്, ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് ഇത്. എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായിട്ട് ഞാനിവിടെ വന്നു. ഇവിടെ തീ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവരും പോയോ ഈശ്വര? ഇതെങ്ങനെയാന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുക. അങ്ങനെ പോണം, ഇങ്ങനെ പോണം. They just follow the bee with the front, so the huskies they know the way. So you don't need to worry about that. എൻ്റെ പൊന്നെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. തൊട്ടടുത്ത് ഞാൻ നിൽക്കുക. ഓക്കെ, ഞങ്ങളുടെ ഹസ്കി റൈഡ് തുടങ്ങാൻ പോവാ. എൻ്റെ കൂടെ 2 പെൺപിള്ളേരുണ്ട് ഭാഗ്യത്തിന്. എൻ്റെ അടുത്ത് പുറകിൽ കണ്ട, എൻ്റെ തൊട്ടടുത്താ. എനിക്ക് പേടിയാവുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല താനും ഓടാൻ. അമ്മേ, അതായത് ഈ ഡോഗ്സ് റൈഡ് നമ്മൾ കാണുന്ന പോലെ അത്ര ഈസി അല്ല. അത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ ബാക്കി പുറകിലുള്ള ഡോഗ്സും കൂടെ നമ്മുടെ അടുത്തോട്ട്, പ്രത്യേകിച്ച് ഞാൻ ഇരിക്കുക, ബാക്കി നിൽക്കുന്ന ആൾക്ക് പ്രശ്നമില്ല, ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എൻ്റെ തലയുടെ അടുത്ത് തന്നെ വന്ന് ഇവർ എല്ലാവരും കൂടെ വന്ന് നിൽക്കും. പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന കൊച്ചിനും പുറകിരിക്കുന്ന കൊച്ചിനും പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ കൊഞ്ചിക്കുന്നതുകൊണ്ട് ഇതുങ്ങളിങ്ങനെ ഇവരുടെ അടുത്തോട്ട് വരും. അപ്പം നടുത്തിരിക്കുന്ന എനിക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഇവരുടെ വിചാരം. പിന്നെ എന്നെ കാണുമ്പോൾ മനസ്സിലായിക്കോളും, മനുഷ്യരെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ഇവർ. അമ്മേ, ചില സമയത്ത് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ പോലെ എനിക്ക് ആ ഹസ്കി റൈഡിൽ എനിക്ക് ഒന്നാമത് ഡോഗ്സിനെ ഭയങ്കര പേടിയാണ്. ഇവർക്കാണ് ഭയങ്കര ഇഷ്ടവും. ഇവർ രണ്ടുപേരും എന്നെ നടുക്ക് വെച്ച് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, എന്താ പറയാ, താങ്ക് യു സോ മച്ച് ഫോർ ദ കെയർ ആൻഡ് ലവ് ആൻഡ് സപ്പോർട്ട്. ഐ വിൽ നെവർ ഫോർഗെറ്റ്. ഇറ്റ് വാസ് എ പ്ലെഷർ. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഒരു കുട്ടീന്ന് സ്പെഷ്യൽ ഒരു മിൻറ്റ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നല്ല ചൂടാണ്, അത് കഴിച്ചു. കൊള്ളാട്ടോ. കുറച്ച് വിശേഷം പറയാനുണ്ട്. ഇതുപോലെ എൻ്റെ ലൈഫിൽ പേടിച്ച് കരഞ്ഞ് തണുത്തിട്ട് അങ്ങനെ ഒരു യാത്രയായിരുന്നു കേട്ടോ. നല്ല ഹോട്ടലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സമയമായിട്ട് ഓവർ ബുക്ക്ഡ് ആയിരുന്നു. ഞാൻ ഒരാഴ്ച മുമ്പല്ലേ പരിപാടി ബുക്ക് ചെയ്ത്. എന്ത് കഷ്ടപ്പാടാണെന്നറിയോ, ഈ പഴയ കാലത്തെ ലിഫ്റ്റൊക്കെ
ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈശ്വര, ഇത് നമ്മൾ തന്നെ തള്ളി തുറന്ന് ഇതായിരുന്നു ഏറ്റവും വലിയ പാട്. കണ്ടോ ഞാൻ അനുഭവിക്കുന്നത്. ഈ ലിഫ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. പോർച്ചുഗലിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം. എന്നമ്മേ അങ്ങനെ നമ്മുടെ സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് പറ്റണില്ല. ഇത് ബസ്സിൽ ഇത്രയും പേരുണ്ട്. ഞാൻ നേരെ നമ്മൾ കക്കസ്ലോട്ടാൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവുക. അങ്ങനെ പാതിരാത്രിക്ക് ഞാൻ അവിടെ പോയി ബസ്സിലിറങ്ങി. ഇവിടെയാണ് നമ്മുടെ നടന്നെത്തണം. ഞാൻ ഇതിലേക്കൂടെയൊക്കെ നടന്നു വരാൻ ശ്രമിച്ചു. അതിൻ്റെ ഇടയിലോട്ട് പോയി. ഈ കുഴി കണ്ടോ, നമ്മൾ അറിയാണ്ട് ഇതിൽ കാല് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് കാല് പോവും. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് നമുക്ക് 3 മണിക്കൂറായിരുന്നു ഇവിടുന്ന് റൊവിനാമി ടു കക്കസ്ലോട്ടാൻ ഗ്ലാസ് ഇഗ്ലൂ, ദ വേൾഡ് ഫേമസ് ഗ്ലാസ് ഇഗ്ലൂ കക്കസ്ലോട്ടാൻ റിസോർട്ടിലോട്ട് വരാനുള്ളത്. എനിക്കൊന്ന് ബൈ റോഡ് അല്ലെങ്കിൽ ടാക്സിയിൽ വരാം, ഫ്ലൈറ്റിനും വരാമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര കറങ്ങി തിരിഞ്ഞൊക്കെ വരണം. ഹലോ, ഞാൻ എന്തോ അന്യഗ്രഹത്തിലൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. 2-3 ദിവസമായിട്ട് വൈറ്റ് മരങ്ങളെ കാണുന്നുള്ളൂ, പച്ച മരങ്ങളൊന്നും കാണുന്നേ ഇല്ല. ഏതോ വേറെ ലോകത്ത് പോയാലേ. റിസപ്ഷനിലെത്തി. നമ്മൾ വെയിറ്റിംഗ് ആണ്. വേറെ കുറേ പേര് വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഹോട്ടലിൽ കയറി, റിസപ്ഷനിൽ കയറി, റൂം കീ ഒക്കെ കിട്ടി. കുറച്ച് ദൂരം പോകണമായിരുന്നു. അപ്പം ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു, കാരണം എനിക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പം ഞാനിപ്പോൾ താമസിക്കുന്നത് വെസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡ് റിസപ്ഷനിലാണ് ഞാൻ ചെന്നിറങ്ങിയത്. അപ്പോൾ അവിടെ നമുക്ക് ടാക്സി കിട്ടി നേരെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ റിസപ്ഷനിലെത്തിയ കിടിലൻ സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തു, പക്ഷെ നമുക്കുള്ള ഫുഡ് അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഇൻറ്റീരിയർ. പള്ളിയൊക്കെ പോലെ. എന്ത് വേണം, ഞാൻ ആ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ കഴിഞ്ഞ പ്രാവശ്യം പോയില്ല എന്നുള്ള സങ്കടം മാറി. ഇതേ എല്ലാവരും എന്നെപ്പോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ അതും കണ്ടു. ഈ ഒറോറ ലൈറ്റ് അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇതിനെപ്പറ്റി എന്താണ് ഇതിൻ്റെ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല, പക്ഷേ വിക്കിപീഡിയയിൽ പറഞ്ഞേക്കുന്നത് ഒറോറ ഒക്കർ വെൻ ചാർജ് പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് കൊളൈഡ് വിത്ത് ഗ്യാസസ് ഇൻ എർത്ത്സ് അപ്പർ അറ്റ്മോസ്ഫിയർ. ഇതിന് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഈ കൊല്യൂഷൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക ഒരു ടൈനി ഫ്ലാഷസ് ദാറ്റ് ഫിൽ ദ സ്കൈ വിത്ത് കളർഫുൾ ലൈറ്റ്. അങ്ങനെ വരുന്ന ആ കളർഫുൾ ലൈറ്റാണ് നമ്മൾ ഈ കാണുന്ന ഈ പച്ച കളറിലുള്ള ലൈറ്റ്. ഇതെന്തോ ഭയങ്കര പ്രത്യേകതയുള്ളതാണ് അതിന്. ഇത് കണ്ടോ, അതെനിക്ക് കാണാൻ പറ്റി. താങ്ക് ഗോഡ്. കക്കസ്ലോട്ടാൻ ഈ ഗ്ലാസ് ഇഗ്ലൂ റിസോർട്ട് വന്നിട്ട് ഞാൻ എങ്ങനെ റൂം കാണിക്കാതെ പോകും? ഞാൻ ഇന്നലെ വന്ന പാടെ കിടന്നുറങ്ങി. ഇതേ രാവിലെ തന്നെ എനിക്ക് ഇവിടുന്ന് പോവുകയും ചെയ്യണം. ഈ റൂമിൽ ആസ്വദിച്ചൊന്ന് താമസിക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഈ തടിയുടെ ഇത് ഇവിടെ രാവിലെ 8 മണി അല്ല 9 മണിയായി, പക്ഷെ നല്ല ഇരുട്ട് പുറത്ത്. എന്നാലും ഇനി വെട്ടം വന്നാലേ എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റുള്ളൂ. പുറത്ത് നല്ല മഞ്ഞ. ഷെൽഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ അകത്ത് തുറക്കാൻ പറ്റുമെന്ന്. ഇത് ഞാൻ എന്തോരം വ്ളോഗ്സിലൊക്കെ കണ്ടേക്കുന്ന ഇവിടെ താമസിക്കണമെന്ന് അത്ര കൊതിയോടുകൂടി വന്ന സ്ഥലമാണെന്നറിയാം. ഇത് രസം നോക്കിയാൽ എൻ്റെ ഒരു സോഫ സെറ്റൊക്കെ വെച്ച് കോണിൽ നല്ല റെഡ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി, ക്രിസ്മസ് ഫീൽ കിട്ടുന്ന. ഇത് മുകളിലോട്ട് കയറാം. ഇവിടെ എന്താണ് സംഭവം? വേണമെങ്കിൽ ഇവിടെ ഒരു ബെഡുണ്ട്, ഇവിടെ കിടക്കാം. ഇതായിരുന്നു എൻ്റെ ബെഡ്. അതും റെഡും വൈറ്റുമാണ് കോമ്പിനേഷൻ. ഇനിയാണ് ഇതിൻ്റെ സംഭവം. പക്ഷേ ഇത് നല്ല വെട്ടത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുള്ളൂ. ഇത് ബെഡാണ്. ബെഡാന്ന് പറഞ്ഞിട്ട് സംഭവമില്ല, ഇവിടെ കടന്നുകൊണ്ട് നമുക്ക് കാണേണ്ടത്. ഇവിടെ കടന്ന് ശരിക്കും ഇതാണ് ഗ്ലാസ് ഇഗ്ലൂ എന്ന് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാണാൻ പറ്റുന്നില്ല. ഈ ബെഡിൽ കടന്ന് നമ്മൾ കാണാം. ഇത് കണ്ട പുറത്തോട്ട് ശകലം വെട്ടമുണ്ട്. കണ്ടാ? ബെഡിൽ കിടന്ന് നമുക്ക് നേരെ ആകാശം നോക്കി സൂം ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. ഞാൻ ബെഡിൽ കിടക്കുമെന്ന് വെച്ചു. ഇത് ഫുള്ള് ഗ്ലാസ്സാണ്. ഇവിടെ കാണുന്ന നമുക്കിങ്ങനെ ആകാശത്തെ നക്ഷത്രവും
ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ട് ഇങ്ങനെ കിടക്കാം. ഇപ്പുറത്തുണ്ട് കാണാൻ പറ്റി. എനിക്കിവിടെ കിടന്നുകൊണ്ടൊരു വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹം. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച സ്ഥലത്താണ് ഇവിടെ കിടക്കുന്നത്. സത്യത്തിൽ ഇത്തിരി പേടിച്ച് കരഞ്ഞത് ഹസ്കി റൈഡ് പോയപ്പോൾ. എനിക്ക് ഒന്നാമതെ ഡോഗ്സ് ഇത്തിരി പേടിയാണ്. എല്ലാ വീഡിയോ കാണുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും തോന്നില്ല. പിന്നെ തണുപ്പ് 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഒയ്യോ, കാണാൻ നല്ല സ്വർഗം പോലത്തെ സ്ഥലം, സ്വർഗത്തിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഞാൻ ആ നടുക്കിരുന്ന് പട്ടി പോങ്ങുന്ന പോലെ ഇരുന്ന് കരഞ്ഞു. കാരണം നമ്മൾ പിടിവിട്ടു പോയി. തണുപ്പ് ഒന്നാമതെ കൈ ഇങ്ങനെ മടങ്ങുന്നൊന്നുമില്ല, ഇങ്ങനെ പോലും ആവുന്നില്ല. ഭയങ്കര വേദന, ശക്തമായ തണുപ്പ് വരുമ്പോൾ വേദന. 2 ഗ്ലൗസൊക്കെ ഇട്ടതാ. കാലിങ്ങനെ മടക്കി വെച്ചിട്ട് അതും അനക്കാൻ പറ്റാത്തൊരു വേദന. പക്ഷെ ദൈവത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞ് 2 പെൺപിള്ളേർ, മാലാഖ പോലത്തെ 2 പെൺപിള്ളേർ വന്ന് എനിക്ക് അത്ര എന്നെ പുറകിൽ നിന്ന്, ശരിക്കും ഞാനൊക്കെ ഡ്രൈവ് ചെയ്യണ്ട, ഞാൻ ഫ്രണ്ടിൽ ഇരുത്തിയില്ല, പുറകിൽ നിർത്തിയില്ല. അവർ രണ്ടുപേരും അത് നോക്കി എന്നെ അവർ നല്ല രീതിയിൽ എന്താ പറയുക സേഫായിട്ട് കൊണ്ടുപോയി. ഞാനിരുന്ന് കരഞ്ഞപ്പോഴൊക്കെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് പോണം കേട്ടോ, ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇവിടെ ലൈറ്റ് വന്നിട്ട് പോകാമെന്ന് ഓർത്തോണ്ട്. എൻ്റെ റൂമിൻ്റെ പുറത്തോട്ടുള്ള ഒരു വ്യൂ. ഇത് എങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാണ്ട് പോകും പറ? ഇതേപോലത്തെ ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഇതിലാണ് ഞാൻ താമസിക്കണത്. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலாவுடன் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது, நதியே நீயானால் கரை நானே, சிறு பறவை நீயானால் உன் வானம் நானே, புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை നിലാവുടെ നനയുന്നത്. നിങ്ങൾ നോക്കിയത് ഇതെന്താ ഇത്? ഇപ്പം ഇവിടുന്ന് നമ്മൾ നേരെ ഹെൽസിങ്കി പോവാം. അപ്പോൾ ഈ 2 ദിവസം ഫിൻലൻഡിൻ്റെ ഓർമ്മ. ഫിൻലൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 2 ദിവസം ഞാൻ ഒരു കുഞ്ഞു സ്വർഗത്തിൽ പോയിട്ട് വന്ന പോലെ എനിക്കൊരു ഫീല്. വൺസ് ലൈഫിൽ ആർക്കാണെങ്കിലും എപ്പോഴേലും പോകണമെങ്കിൽ ഒന്ന് പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. ഇനി എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഫിൻലൻഡ്, അതും ക്രിസ്മസ് ന്യൂ ഇയർ സമയം വിൻ്റർ ടൈമിൽ തന്നെ വരണം. എൻ്റെ വണ്ടി പോയി, അപ്പം ഞാൻ തന്നെ നടക്കാമെന്ന് വെച്ചു. ഇപ്പം എങ്ങോട്ടാണ്? റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നത്തിലോ, നമ്മൾ സ്വർഗത്തിലോ, സങ്കൽപ്പ ഗന്ധർവ ലോകത്തിലോ, ദേവരാധത്തിലോ ഒക്കെ എനിക്ക് പാടാൻ തോന്നുക. ബൈ ഗ്ലാസ് ഗ്ലൂ. ഈ ബ്രിഡ്ജ് ഇറങ്ങി പോണമെന്നാ പറഞ്ഞത്. എനിക്കൊരു പേടി. സ്റ്റെപ്പുണ്ട്, മഞ്ഞ് സ്റ്റെപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റി കണ്ടതാണ്. ലോക്കൽ കരേലിയൻ പൈസ്, പിന്നെ പൊട്ടറ്റോ സ്ക്രാമ്പിൾഡ് എഗ്സ്. ഇവിടെ ഞാനൊരു പുതിയൊരു സംഭവം കണ്ടു, അങ്ങനെ ഇവിടത്തും കാണാത്തൊരു ഐറ്റം. സ്പിനച്ച് പൗഡർ, പിന്നെ ലിങ്കൺ ബെറി പൗഡർ, ബ്ലൂബെറി പൗഡർ, സ്പിനച്ച് പൗഡർ. ഇതങ്ങനെ ഇതുവരെ ഞാൻ കാണാത്തൊരു ഐറ്റം. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് മിക്സഡ് ബെറീസ് എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്മസ് ഫീൽ. നമ്മൾ എന്ത് രസമാണ് കാണാൻ. മിക്സഡ് ബെറീസ് നല്ല രസം കാണാം അല്ലേ? ഓക്കെ, ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി ഇതാ പോവാണ് നേരെ എയർപോർട്ട്. കഴിഞ്ഞ രാത്രി വന്നപ്പോൾ കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ട് ഭയങ്കര ക്യൂ ആട്ടോ, ഭയങ്കര ക്യൂ. കുറേ നേരം നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാനിതാ
ലാപ്ലാൻഡ്, അതായത് നമ്മുടെ റൊവിനാമിന്ന് പോവാണ്. റെയിൻഡിയർ ചിപ്സോ, അതെന്താണ് അങ്ങനെ ഇങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാരണം ഫിൻലൻഡിലെ വെള്ളം അത്രയും നല്ലതാണെന്ന് പറയണേ. വാഷ്റൂമിൽ ടോയ്ലറ്റിൽ എഴുതിയേക്കുന്നത് വാട്ടർ ബോട്ടിൽ ഫില്ലിംഗ് പോയിന്റ്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിലും നമുക്ക് വെള്ളം ഉണ്ടാവില്ല. അവർ പറയും, റിസപ്ഷനിൽ നിന്ന് തന്നെ പറയും, വെള്ളം ടാപ്പിലെ യൂസ് ചെയ്യാം, പൈപ്പിലെ വെള്ളം യൂസ് ചെയ്യാമെന്ന് പറയും. അത്രയും നല്ല വെള്ളമാണെന്ന് ഫിൻലൻഡ്. യെസ്, നമ്മുടെ ഫ്ലൈറ്റ് വെയിറ്റിംഗ്. മഞ്ഞത്ത് ഇങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതായത് ഫുള്ള് മഞ്ഞിലൊരു എയർപോർട്ട്, അതിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് നമ്മൾ ഇവാലോ എയർപോർട്ട്. റൊവിനാമി, ബൈ ബൈ റൊവിനാമി. അയ്യോ, ഞാൻ മാത്രമേ കയറാനുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ച് ഹെൽസിങ്കിയിലെത്തി. മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കിയാൽ കാണാം. ഇന്നത്തെ നമ്മുടെ ഫിൻലൻഡ് ട്രിപ്പ് ഇങ്ങനെ തീരുകയാണ്. ഇതൊരു സ്പെഷ്യൽ ഫിഷാണ്, അതിൻ്റെ പേരെന്തോ പറഞ്ഞു, ഫിൻലൻഡ് ഫിഷാണ്. ഇതിവിടെ ഒരുപാട് ഫിഷിംഗ് വില്ലേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ സാൽമൺ പോലെ തന്നെ അതിനേക്കാളും ടേസ്റ്റ് എന്ന് പറഞ്ഞവർ തന്നെ. ഓക്കെ, സാൽമണിൻ്റെ സെയിം ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി, എനിക്കിഷ്ടമായി. പൊട്ടറ്റോയും പിന്നെ നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവരുടെ എല്ലാം. എനിക്ക് കഴിച്ച എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുക. ഇവിടെ ഞാൻ കണ്ടു കുറച്ച് വെറൈറ്റി, ഇത് ഡെസേർട്ട്സ് പോലെ, പക്ഷെ ഇവരുടെ ഐറ്റംസ് ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഫിന്നിഷ് ഓട്ട് കുക്കിയാണ് കേട്ടോ, ഓട്സ് കുക്കി, ഡെസേർട്ട് അല്ല. ഇത് ജിഞ്ചർ ബിസ്ക്കറ്റാണ്, ജിഞ്ചർ ബിസ്ക്കറ്റ്. പിന്നെ ഇത് സ്ട്രോബെറി പൈ അല്ല, ഇതാണ് സ്ട്രോബെറി പൈ. ഇത് ടഹ്ലി പുല്ല അങ്ങനെ എന്താ എഴുതി വെച്ചേക്കണം, പക്ഷെ രസമുണ്ട് കാണാൻ. ഓർഗാനിക് റൈ ബ്രെഡ്, ബ്ലാക്ക് കറന്റ് ജാം, അത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഓറഞ്ചിൻ്റെ ഇത് ഇങ്ങനെ ഒരു ജാം, പിന്നെ സ്ട്രോബെറി റാസ്ബെറി. അതിൽ ബ്ലാക്ക് കറന്റ് അങ്ങനെ കാണാറില്ല. പിക്കിൾഡ് വെജിറ്റബിൾസ് കണ്ട, ഇങ്ങനെയൊക്കെയുള്ള ചില സ്പെഷ്യൽ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ഓരോ ഫിനിഷ് ഫുഡിൻ്റെയാണ്. സിറ്റി എന്ന് പറയുമ്പോൾ ഇതാണെന്ന് തോന്നുന്നു, റൊവിനാമി സിറ്റി ഉണ്ട്. റൊവിനാമി സിറ്റി സെൻ്ററൊക്കെ ഉണ്ട് കേട്ടോ, അത് നമ്മൾ പോയില്ല എന്നുള്ളത്. ചർച്ചുണ്ട് ഒത്തിരി, അങ്ങോട്ട് പോയില്ല. പക്ഷെ നല്ല രസം ഹെൽസിങ്കി കാണാൻ. ഇത് ഒരു ക്രൂസ് പോണ ഇത് കിടക്കണം, ഷിപ്പ് കിടക്കണം. ഈസ് ദിസ് ദ ഐസ് ബ്രേക്കിംഗ് ഷിപ്പ് ഓർ സംതിങ്? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. റെസ്റ്റോറന്റ് ആണോ? ഓ, ഇത് റെസ്റ്റോറന്റ് ആയിരുന്നോ? ഓക്കെ ഓക്കെ, ഐസ് ബ്രേക്കർ ആയി യെല്ലോ ആണ്, അത് റെസ്റ്റോറന്റ് ആയിരുന്നു. ഇതാണ് ഐസ് ബ്രേക്കിംഗ്. ഐസ് ബ്രേക്കർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ വലിയൊരു നമ്മൾ പോകേണ്ട ഒരു സംഭവമാണ് കേട്ടോ. താങ്ക് യു ഹെൽസിങ്കി, താങ്ക് യു ഫിൻലൻഡ് ഫോർ ദ ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഒരിക്കലും ഞാൻ മറക്കില്ല, അത്ര നല്ല ഒരു 2-3 ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഒരു കിഡിലൻ ട്രിപ്പായിരുന്നു കേട്ടോ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ഒക്കെ ഒത്തിരി താങ്ക്സ്. ഞാൻ കഴിഞ്ഞ കൊല്ലമാണ് ആദ്യമായിട്ട് ഒരു അബദ്ധവശാൽ ട്രാവൽ ചെയ്യേണ്ടി വല്ല സ്ഥലമായിരുന്നു കപ്പഡോക്കിയ. പക്ഷേ അവിടെ നിന്നാണ് എനിക്കൊരു സോളോ ട്രാവലിനുള്ള ഒരു ധൈര്യം കിട്ടിയത്. പിന്നെ ഒന്നുമില്ലെങ്കിലും ദിവസം വെച്ച് ഒരു 16 വയസ്സ് തൊട്ട് ഇപ്പോൾ എന്താ പറയുക, ഇത്രയും 10-25 വർഷത്തെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എനിക്കുണ്ടായത് ദൈവം ഒരു എന്താ പറയുക, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എല്ലാ സ്ഥലവും ഒരേപോലെയല്ല. എന്നാലും നമ്മൾ പൊതുവേ നോക്കുമ്പോഴത്തേക്കും യൂറോപ്യൻ കൺട്രീസ് സേഫ് ആയിട്ടാണ്. പിന്നെ വിൻ്റർ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ ശരിയാവത്തില്ല, എല്ലാവർക്കും അറിയാം. സാധാരണ നമ്മൾ പോകുന്ന തണുപ്പുള്ള സ്ഥലത്തെ പോലെയല്ല. ഇതൊരു 5-6 ലെയർ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ നമുക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഒന്നും പോയി മേടിക്കേണ്ടി വന്നില്ല, റിങ്കു എല്ലാം കറക്റ്റായിട്ട് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതുപോലെ എൻ്റെ ഫ്ലൈറ്റ് ഫസ്റ്റ് ദിവസം തന്നെ മിസ്സാവേണ്ടതായിരുന്നു, പാസ്പോർട്ട് എടുക്കാണ്ട് വന്നതുകൊണ്ട്. കറക്റ്റ് 6:30 ഫ്ലൈറ്റിൽ 4:30 എൻ്റെ കൊണ്ട് പാസ്പോർട്ട് കൊണ്ടുത്തന്നു. അവിടെ തന്നില്ലായിരുന്നു, മൊത്തം പ്ലാനും തെറ്റി. ചിലപ്പോൾ ഞാൻ ആ യാത്ര തന്നെ വേണ്ടാന്ന് വെച്ചേനെ. അപ്പോൾ താങ്ക് യു റിങ്കു. പിന്നെ എനിക്ക് എന്തോ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു അറേഞ്ച് ചെയ്ത ട്രിപ്പാണെങ്കിലും ഹസ്കി സഫാരി നടത്താൻ പറ്റി, നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റി, കക്കസ്ലോട്ട് ആൻഡ് ഗ്ലാസ് ഇഗ്ലൂ റിസോർട്ടിൽ താമസിക്കാൻ പറ്റി. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, റിമി ചേച്ചി ബോറടിക്കുമോ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ? ഒത്തിരി പേര് എങ്ങനെയായിരിക്കും സോളോ ട്രിപ്പിൽ നമ്മളെങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഉള്ളിടത്തോളം, സെൽഫി വീഡിയോ എടുക്കുന്നിടത്തോളം
ഞാനിങ്ങനെ ഓരോ കഥ പോലെ ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നിടത്തോളം ഞാൻ ഒരിക്കലും ബോറടിക്കുന്നില്ല. ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പോലെ എത്ര തിരക്കിലും എത്ര ആൾക്കൂട്ടത്തിലും എൻ്റെ കൂടെ ഒരാളുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓക്കേ, ഇനി അടുത്തൊരു ട്രിപ്പിനായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളും വെയിറ്റ് ചെയ്യണം. ഈ കുഞ്ഞു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. ഒരു ആയുഷ്കാലം മൊത്തം ഓർത്തെടുക്കാനുള്ള ഓർമ്മകളുമായിട്ട് ഞാനിതാ ഹെൽസിങ്കിനോട് ടാറ്റ ബൈ ബൈ പറയുകയാണ്.